ഹായ് ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെൽഫായിട്ട് എങ്ങനെയാണ് നമ്മുടെ ബേഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. റൈസർ, ട്രിമ്മർ, ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് വേണ്ട നമ്മുടെ ടൂള്. വീഡിയോയിലേക്ക് പോകാം. റൈസറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഹെയറിൻ്റെ ഈ ഒരു സൈഡ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു പോർഷൻ ക്ലിയറായി. പിന്നെ മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരു ഷേപ്പായി കിട്ടും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ് ഇഷ്ടം, പോയിൻറ്റഡ് ആയിട്ട് കുറച്ച്. ഓക്കെ, ക്ലിപ്പൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു ലുക്കിൽ നിന്ന് കുറച്ച് ചേഞ്ച് ആയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ബെഡ് സെറ്റിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ ബെഡ് സെറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് ഇവിടെ നിന്ന് ഒരുപാട് താഴത്തേക്ക് എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല എനിക്ക്. ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ടൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വലിച്ചു പിടിക്കുന്നത്. സലൂണിൽ പോയിട്ട് രണ്ടാമത് പിന്നെ ചെയ്യേണ്ട അവസ്ഥയ്ക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നോർമലി അങ്ങനെ സംഭവിക്കാറില്ല. ഇന്നിപ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് അറിയാനും പാടില്ല. ഓക്കെ, ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എനിക്കിവിടെ കുറച്ച് ഹെയർ പതുക്കെ വളരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെ പോയിന്റ് ചെയ്ത് കൊടുക്കും. അവിടെ ഒരു പോയിൻ്റ് ആയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി ഈ ഒരു സൈഡാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടെ ഇതിലേതും ഈ സൈഡിൽ കുറച്ച് ലേറ്റായിട്ടാണ് എനിക്ക് ഹെയർ വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡും ചെയ്യുമ്പോൾ ഇവിടെ ഇച്ചിരി കൂടുതലുണ്ട്, ഇവിടെ ഇച്ചിരി കുറവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളത് കറക്റ്റ് ആക്കിയിട്ട് ഇതിൻ്റേതായ ലെവലിൽ തന്നെ വെക്കും. അപ്പോൾ രണ്ടും നോക്കുമ്പോൾ രണ്ടും ഒരുപോലെയായി അല്ലേ. ഈ ഹെയർ ഇവിടെ നിന്ന് മീശ ഇടം വരെ, ഇത് ഇവിടെ നിന്ന് ഇടം വരെ. ഇനിയിപ്പോൾ മീശ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ. പിന്നെ ഇത് റൈസർ വെച്ചിട്ട് ഓക്കെ വി ഷേപ്പായി കിട്ടും. വീടിനെ കുറച്ച് സൈഡ് ചെയ്യാം. സൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ എടുത്ത് കൈ പിടിച്ചിട്ട് ഹെയർ ഇങ്ങനെ വെച്ചിട്ട് ഈ രോമങ്ങൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. ആ രോമങ്ങൾ താഴത്ത് വെച്ച് കിട്ടിയാൽ പറ്റ പോകും. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ആ തുമ്പ് മാത്രമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് കട്ടായി പോകത്തില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഈ സംഭവം എന്താ ചെയ്യണം നോക്കാം. ഈ ഒരു ഇത്രയും ബേഡിൻ്റെ ഈ പോർഷനിൽ നിന്ന് ഇച്ചിരി താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫെയ്ഡായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ 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 കട്ട് ചെയ്യും. അപ്പോൾ ഒരു ചെറിയ ഫെയ്ഡ് കിട്ടിയില്ലേ. ഇതാണ് ബെഡ് ഫെയ്ഡ്. ഇതൊക്കെ ബേഡൊക്കെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് എൻ്റെ ഷോപ്പിൽ നിന്ന് ചെയ്തിട്ട് പോകുന്നവരുണ്ട് സ്വന്തമായിട്ട്. അപ്പോൾ ആരും ചെയ്യാത്ത കാര്യമൊന്നുമല്ല. എന്നാൽ പോലും ഞാനിത് എൻ്റേതായ സ്റ്റൈലിലും ഞാൻ കാണിച്ചു തരികയാണ്. ഇതൊരു ഫെയ്ഡായിട്ടല്ലേ, കുറച്ചൊരു ഫെയ്ഡ് കിട്ടിയിട്ട് ഇവിടെ നിന്ന് ഡാർക്കായിട്ട് താഴത്തേക്ക് ഇറങ്ങണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പൊങ്ങി നിൽക്കുന്ന രോമങ്ങളുടെ എൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക. അപ്പോൾ അത് ഒരുപാട് പറ്റായി പോയി കഴിഞ്ഞാൽ നല്ലപോലെ കട്ടായി പോകും. ഒരുപാട് പറ്റ പിടിക്കാതെ കുറച്ച് ഇവിടെ അതുപോലെ തന്നെ കുറച്ചിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഒരു മീഡിയം ലെവലിലൊക്കെ ചെയ്ത് വിടണം. പിന്നെ ഇതിൻ്റെയൊക്കെ എൻഡിൽ വെച്ച് എൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഹെയറിൻ്റെ എൻഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഫെയ്ഡ് കിട്ടും. അല്ലെങ്കിൽ പറ്റാത്ത ലൈൻ പോലെ ഒരു പാട് പോലെ വരും അവിടെ. ഇതിപ്പോൾ അങ്ങനെ പാടുകൾ വന്നിട്ടില്ല.
എന്നിട്ടിപ്പോൾ ഇങ്ങോട്ട് ഇരി വെക്കാം, ഇങ്ങോട്ട് ഇരി വെക്കാം. ഈ സൈഡിൽ ഇച്ചിരി കുറവുണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് ഇവിടെ കൂട്ടിയും കുറച്ചും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അളവിൽ തന്നെ, ഇവിടെയുള്ള ഒരളവിൽ തന്നെ ഇപ്പുറത്തേക്കും കൂടി ആക്കി എടുക്കുകയാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, സെറ്റാക്കി. ഇനി നമുക്ക് ഈ ബേഡിൻ്റെ പോയിൻറ്റിങ് ആണ് നോക്കുന്നത്. പോയിൻറ്റിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ കിട്ടണം, ഈ സൈഡ് നമുക്ക് ഇങ്ങനെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ നേരെ താഴത്തേക്കിട്ട് ഈ ഒരു ലെവലിൽ അങ്ങോട്ട് കട്ട് ചെയ്യാം. നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് പോകും. അപ്പോൾ ഈ ഒരു സൈഡ് ബേഡ് ഒരു പോയിൻ്റായി കിട്ടും. ഓക്കെ, കൂടാതെ ഈ ഒരു സൈഡും ഈ ഒരു സൈഡ് കാണാവോ? ഓക്കെ, ഈ ഒരു സൈഡ് ഇങ്ങനെ ഇങ്ങനെ. ഈ പരീക്ഷണങ്ങളിൽ എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, സ്വന്തമായിട്ട് ഐഡിയപരമായിട്ട് ഇതൊക്കെ ഒരാൾക്ക് പറഞ്ഞ് തരാനേ പറ്റുള്ളൂ. ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സെൽഫ് ഉത്തരവാദിത്തമാണ്. ഈ അടിഭാഗം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം വെച്ചേക്കണ ഷേപ്പുണ്ട്, ആ ഷേപ്പിനനുസരിച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റണം. ആർക്കാണെങ്കിലും ചെയ്യാം. ഇതൊക്കെ ചെയ്യണതിന് മുന്നേ തന്നെ എന്താണ് ഞാൻ ചെയ്യാൻ പോകണമെന്ന് സെൽഫായിട്ട് പ്ലാൻ ചെയ്യണം. ഞാനിവിടെ റൈസർ വെച്ചില്ല. നമ്മൾ എത്ര കറക്റ്റാന്ന് പറഞ്ഞാലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുക്കണം. രണ്ട് മുടി പൊങ്ങിപ്പുണ്ട്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമ്മളിങ്ങനെയൊക്കെ പോയിന്റ് ചെയ്ത് വരുമ്പോഴേ നമ്മുടെ ഈ താടീൻ്റെ അടിഭാഗത്തൊക്കെ കുറച്ച് വളവും തിരിവൊക്കെ ഉണ്ടാകും നമ്മുടെ ഹെയറിന്. അതൊക്കെ നമ്മളിങ്ങനെ നൈസായിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് നിർത്തിയാൽ കറക്റ്റ് ലെവലിൽ നിൽക്കുകയും ചെയ്യും. പോയിൻറ്റിങ്. ഇവിടെയാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൊങ്ങി നിൽക്കുന്ന ഓരോരോ രോമങ്ങൾ അതൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ഒതുക്കി വിടാനാണ്. നമ്മളൊന്ന് കട്ട് ചെയ്ത് വരുമ്പോൾ അപ്പുറത്തേക്ക് വളഞ്ഞു വരും, അപ്പുറത്തുനിന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഇരുമ്പോൾ അപ്പുറത്തുള്ള മുടി ഇപ്പുറത്തേക്ക് വളർന്നു വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഞാൻ ഇങ്ങനെയുണ്ട് സെറ്റല്ലേ? മീശൊക്കെ എന്നിട്ട് എന്തൊരു പോരായ്മയുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ മച്ചാനെ. അതങ്ങോട്ട് പരിഹരിച്ച്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തായി നമ്മൾ ചെയ്യാൻ പോണത് ഈ ബേഡിൻ്റെ അടിഭാഗം ഒന്നും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ട്രിമ്മർ യൂസ് ചെയ്യും. ബേഡ് സെറ്റിംഗ് ട്രിമ്മറാണിത്, ചെറിയ ട്രിമ്മറാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ട്രിം ചെയ്ത് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ സൈഡ് പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻ അത് ട്രിമ്മറുമാക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഈ സൈഡ് വെച്ചിട്ട് അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, അത് ലെവലായി കിട്ടി. അതുപോലെ ഇതിൻ്റെ താഴത്തെ പോർഷനും നമ്മൾ ഓക്കെ. ഇതിപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് എനിക്കറിയില്ല. ഞാൻ മിററിൽ നോക്കുമ്പോൾ എനിക്കത് കറക്റ്റായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ, സൈഡ് ഇരിക്കുന്നത് എങ്ങനെയാണോ അത് ഞാനിപ്പോൾ ഇത് വെച്ച് പതുക്കെ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകണം ഈ ഭാഗം ഷേവ് ചെയ്യണം. റൈസർ വെച്ചിട്ട് ഷേവ് ചെയ്യണം. അപ്പോൾ റൈസർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഈ ഷേവിങ് ജെല്ല് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ജസ്റ്റ് നെഞ്ചിലൊന്ന് യൂസ് ചെയ്ത് കൊടുക്കുക. ഷേവിങ് ജെല്ല് യൂസ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് പതുക്കെ ചെറിയൊരു മസാജൊക്കെ കൊടുത്താൽ നമുക്ക് തന്നെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു മസാജൊക്കെ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈസർ വെച്ചിട്ട് ഷേവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചീപ്പ് കൊണ്ടൊന്ന് ജസ്റ്റ് ചീപ്പ് കൊണ്ടൊന്ന് കറക്റ്റ് ലെവലിലേക്ക് താഴത്തേക്ക് ഇട്ടു. എന്നിട്ട് ഇതേ പിന്നെ കുറച്ച് വലിച്ച് പിടിച്ചിട്ട് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ,
അവിടെ എന്തോ പോരായ്മയുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ കത്തി വെച്ചത് കട്ട് ചെയ്ത് കളയണം. പോരായ്മ എവിടെ കണ്ടോ അപ്പോൾ കട്ട് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീണ്ടും റൈസർ എടുത്ത് സെറ്റ് ചെയ്യാൻ പോകണം. ഈ റൈസർ വെച്ച് സെറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ സ്കിൻ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് പോരും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെയിൻഫുള്ളാവും നമുക്ക് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്. തൊണ്ടക്കുഴിയാണ് ഈ സാധനമൊക്കെ പിടിച്ച് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ. പണി കളയരുത്, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ബ്ലേഡ്, കത്തി, കടാര ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മയത്തോടുകൂടിയും വേണം കൈകാര്യം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ബേഡ് സെറ്റിങ്ങും ഹെയർ സെറ്റിങ്ങും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇത്രയും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു നല്ലൊരു ബേഡ് സെറ്റിംഗ് കാണിച്ചു തരിക, എങ്ങനെയാണ് സെൽഫായിട്ട് ബേഡ് സെറ്റ് ചെയ്യണം. നമുക്ക് അവധി ദിവസം നമുക്ക് പുറത്തേക്ക് പോകണം, ചെന്നപ്പോൾ ഷോപ്പിൽ ഭയങ്കര തിരക്ക്, അപ്പോൾ നമുക്കൊന്ന് സ്വന്തമായിട്ട് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. കണ്ടില്ലേ ഈ ഒരു ബേഡ് സെറ്റിംഗ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്തായാലും നമുക്ക് വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ.